ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളിന് ശേഷം ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കുവാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള ആ ഒരു ഞാൻ ഇതിന് മുന്നേ ഒരൊറ്റ തവണ ഇട്ടിട്ടുള്ളൂ ഹോം ടൂർ വീഡിയോ. അത് ഇട്ടതിന് ശേഷം ഒരു 4.1K ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ടായി. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആദ്യം റീച്ചായൊരു വീഡിയോ അതായിരുന്നു കേട്ടോ. അതിലൊത്തിരി സന്തോഷമുണ്ട്. അത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വീഡിയോ എടുത്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായി. ഇതും അതേപോലൊക്കെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ പ്രൊഫഷണലായിട്ട് എടുക്കാനൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു വീട് നമ്മൾ 2120 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ ചെയ്ത വീടാണ്. ഇക്ക തന്നെ ഡിസൈൻ ചെയ്തിട്ട് ആൾ തന്നെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നമുക്കെന്തായാലും കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അടുപ്പ് ചെയ്തേക്കുന്നതെന്ന് പറയാം. നമുക്കിവിടെ ഒരടുപ്പ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മൾ ഒരൊറ്റ അടുപ്പ് സെറ്റാക്കിയിട്ടുള്ളൂ. അത് അറൗണ്ട് ഒരു 7,000 to 8,000 ഇടയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു എമൗണ്ട് ഏവറേജ് എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അതിന് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഇതാണ് നമ്മളുടെ സെക്കൻഡ് കിച്ചൺ കേട്ടോ. ഇവിടെ നമ്മൾ 2 കിച്ചണിലും കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ കബോർഡ് അല്ലാതെ തന്നെ നമ്മൾ അലുമിനിയത്തിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു 2 റാക്കിൽ മാത്രം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ടാൻഡം ബോക്സസ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റീലിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ ഫുള്ള് നമ്മൾ തട്ടുകളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തേക്കുന്നത് ഗാലക്സി ബ്ലാക്ക് ആണ് കേട്ടോ, ഗ്രാനൈറ്റ് ആണ്. നമ്മൾ കിച്ചണിലായാലും ബെഡ്റൂമിലായാലും അത്യാവശ്യം വലിയ സൈസിലുള്ള വിൻഡോസ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമുക്ക് ലൈറ്റ് നന്നായി അകത്തേക്ക് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിച്ചണാണ്. ഇവിടെ തന്നെ 2 വിൻഡോസ് അപ്പുറവും ഇപ്പുറമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലായിട്ട് ഈ ഒരൊറ്റ സ്ലാബാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിനും നമ്മൾ ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണ് കേട്ടോ, അത് വൈറ്റ്. പിന്നെ അതിൻ്റെ താഴെ മുകളിലായിട്ട് കിച്ചൺ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ടാൻഡം ബോക്സസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ സ്റ്റീലിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. കിച്ചൺ കബോർഡിൻ്റെ കളറ് നമ്മൾ ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അലുമിനിയത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഉള്ളിൽ ഇതുപോലെ തട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. കൂടുതൽ റാക്കുകൾ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ടും നമുക്ക് ചിലവ് ചുരുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ടാൻഡം ബോക്സസ് ഇതുപോലെ ഒരു 2 റാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലയൻറ്റിന് അത് മതിയെന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മുകളിലായിട്ട് ഈ ഒരു വൈറ്റ്, ഒരു ഓഫ് വൈറ്റ്, ഒരു ക്രീം ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ കബോർഡിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു 2 ബോക്സസ് നമുക്ക് ഓപ്പൺ ഷെൽഫായിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ടൈലിലോട്ട് വരുമ്പോൾ ഫ്ലോർ ടൈൽ കൊടുത്തേക്കുന്നത് വെട്രിഫൈഡ് മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. 4x2 ആണ് സൈസ് വരുന്നത്. അപ്പം വാൾ ടൈല് നമ്മൾ ഗ്ലോസിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കിച്ചണിലും അതുപോലെ സെക്കൻഡ് കിച്ചണിലെല്ലാം കൊടുത്തേക്കുന്നത് ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ്. പിന്നെ നമ്മളുടെ സിങ്കിൽ വരുന്ന ടാപ്പ് അത്യാവശ്യം നമുക്കിങ്ങനെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് സ്റ്റോർ റൂമാണ്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ടായില്ല കേട്ടോ. അവിടുത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ നമ്മളുടെ ഡൈനിങ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു ടേബിൾ മാർബിൾ ടോപ്പ് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ്. ഇതിൻ്റെ വുഡ് വരുന്നത് തേക്കാണ് കേട്ടോ. 6 സീറ്ററാണ് ഈ ഒരു ടേബിള്. നമ്മളത് ഇൻസ്റ്റഗ്രാം വഴി ഒരു പേജിൽ നിന്ന് നമ്മൾ കോൺടാക്ട് ചെയ്ത് അങ്ങനെ അന്വേഷിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇവർ പ്ലേസ് വരുന്നത് കോതമംഗലാണ്. അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഡെലിവറിയൊക്കെ അവർ തന്നെ എത്തിച്ചു തന്നതായിരുന്നു കേട്ടോ. നമുക്ക് നല്ല സർവീസായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ളൊരു ഫിനിഷിങ്ങും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് പരമാവധി നമ്മൾ തന്നെ ഇറങ്ങി അന്വേഷിച്ച് നോക്കി മനസ്സിലാക്കി കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആവുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ടേബിളിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ കയറി വരുമ്പം തന്നെ കാണുന്നത് ഈ ഒരു പ്രെയർ യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രെയർ യൂണിറ്റ് നമ്മൾ മാർബിൾ ഷീറ്റും അതേപോലെ തന്നെ വുഡൻ പാനലിങ്ങും വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അതിൽ ഒരെണ്ണം ഈ കാണുന്നതാണ് കേട്ടോ. ഇത് ഗ്രാൻഡ് പാരൻസിൻ്റെ ബെഡ്റൂമാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ ബാത്റൂം വരുന്നത്.
ഇവിടെ നമ്മൾ വാളിൽ നോർമൽ എന്താ പറയുക 4x2 വരുന്ന ഗ്ലോസി ടൈലും പിന്നെ ഫ്ലോറിൽ നമ്മൾ മാറ്റ് ഫിനിഷിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ കാണുന്നത് നമ്മളുടെ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ, അതായത് കോർട്ട്യാർഡാണ്. ഒരു വീട് ഒറ്റ ഫ്ലോറിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടേക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേണ്ട സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോർട്ട്യാർഡിൽ നിന്നാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു കോർട്ട്യാർഡിൻ്റെ ചുമരിലും സീലിങ്ങിലുമായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ടഫൻ ഗ്ലാസ് ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. 8 mm തിക്നെസ് വരുന്ന ടഫൻ ഗ്ലാസ് ആണ് നമ്മളവിടെ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു വീട് 12 അടി ഹൈറ്റിൽ ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുന്ന തരത്തിൽ നമ്മൾ ഓപ്പണിംഗ് കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പകൽ സമയത്ത് ലൈറ്റ് ഇട്ടില്ലെങ്കിലും തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടും കേട്ടോ ഈ ഒരു ഭാഗത്തേക്കും അകത്തേക്കും എല്ലാം. ഈ കാണുന്ന ഈ ഒരു സോഫയും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ വിൻഡോസ് ആയാലും വിൻഡോസിൻ്റെ എന്താ പറയുക ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ GI പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ക്ലയൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ നമ്മൾ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് നമ്മുടെ ടൂർ സ്റ്റോൺ ആണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോണാണ്. നമ്മളുടെ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ പോലെ തന്നെയാണ്. പക്ഷേങ്കിൽ അത്രയ്ക്ക് ബ്രൈറ്റ്നെസ് ഉണ്ടാകില്ല. എന്നാലോ പെട്ടെന്ന് ചെളി പിടിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. കാരണം അതിൻ്റെ കളർ ഓൾറെഡി നല്ല ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് റഫ് യൂസ് ആയിട്ട് നമുക്ക് വണ്ടി കയറി ഇറങ്ങിയാൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ ആക്ച്വലി. പിന്നെ ഈ കാണുന്ന ഈ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങൾ ഞങ്ങൾ വേറൊരു ദിവസം പോയിട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. രാത്രിത്തെ വ്യൂവും കൂടെ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് ഷൂട്ട് ചെയ്തതാണ്. സീലിങ്ങിൽ നമ്മൾ ഹാളിലും അതേപോലെ ഡൈനിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലും പ്രയർ യൂണിറ്റിൻ്റെ മുകളിലായിട്ട് ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ കൂടുതൽ ആൾക്കാരും വുഡാണ് സജസ്റ്റ് ചെയ്യുക. എങ്കിലും കൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാക്കാനും കൂടി വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്ട്രെങ്ത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാനില്ല. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആണ് സ്റ്റീൽ ഡോർസ്. അപ്പം ഫ്രണ്ടിൽ മെയിൻ ഡോറായിട്ട് കൊടുത്തേക്കുന്നത് സ്റ്റീൽ ഡോർ തന്നെയാണ് കേട്ടോ. ഡബിൾ 2 സൈഡും ഓപ്പൺ ആക്കാൻ പറ്റുന്ന സ്റ്റീൽ ഡോറാണ് കൊടുത്തേക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു ഭാഗം ഷോ കേസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിയാക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പം തൽക്കാലത്തേക്ക് നമ്മളവിടെ വാൾപേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വാളിൽ. പിന്നെ ഈ കാണുന്ന വാൾ സ്റ്റിക്കർ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വിൻഡോസ് എല്ലാം അൾജീരിയ ആയതുകൊണ്ട് തന്നെ സ്ലൈഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കർട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സീലിങ്ങിൽ നോർമലി കൊടുക്കുന്ന ലൈറ്റിൻ്റെ കൂടെ തന്നെ പ്രൊഫൈൽ ലൈറ്റും കൂടെ നമ്മൾ ജിപ്സം ബോർഡിൻ്റെ ഗ്യാപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി 12 അടി ഹൈറ്റുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിൻ്റെ കുറവ് വരാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ എക്സ്ട്രാ നമ്മൾ ലൈറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗമാണ് ഡ്രോയിങ് റൂമും ഡൈനിങ് ഹാളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു പാർട്ടീഷൻ വാളാണ് കേട്ടോ. ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് GI പൈപ്പിലാണ് കേട്ടോ. സാധാരണ ഇത് സ്റ്റീലിലൊക്കെയാണ് ചെയ്യലുള്ളത്. ഇത് നമുക്ക് ഒന്നുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനും പിന്നെ എന്താ പറയുക ഒന്നും കൂടെ ഒരു മാറ്റ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ സ്ക്വയർ ട്യൂബൊക്കെ വെച്ചിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് ആക്കിയെടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു പ്രയർ യൂണിറ്റിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ ജിപ്സം ബോർഡിൽ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അത് ഞാനൊന്ന് കണ്ടെടുത്ത് ചോദിച്ചൊന്ന് കൺഫേം ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അറിയാതെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ TV യൂണിറ്റിൻ്റെ ഒരു ഭാഗത്ത് TV യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ലോവർ പാനലിങ് വെച്ചിട്ടാണ് കേട്ടോ. WBC പാനൽ എന്നാണ് അതിന് പറയുക. അപ്പം അത് വെച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് TV യൂണിറ്റിന്. അങ്ങനെ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്ന ദിവസം രണ്ടാമത് വന്ന ദിവസം അന്ന് അവിടെ പെരുന്നാളുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലിപ്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഈ കാണുന്നത് നമ്മളുടെ കോർട്ട്യാർഡിലോട്ട് കിടക്കുന്ന ആ ഒരു പോർഷനാണ് കേട്ടോ. അവിടെ തന്നെ നമ്മൾ കോർട്ട്യാർഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത്. അതിനൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ അതിനും ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീട് നമ്മൾ കയറി വരുന്നത് തൊട്ടിട്ട് ഡ്രോയിങ് റൂം തൊട്ടിട്ട് കോർട്ട്യാർഡിൻ്റെ ആ സൈഡ് അറ്റം അവസാനിക്കുന്നത് വരെ ഒരൊറ്റ ലൈനിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസി കുറയാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു 2 തരത്തിൽ പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഈ ഒരു വീട്ടിൽ നമ്മൾ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് നോട്ടം എത്താൻ കഴിയും. എല്ലാ ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഒരു സൈഡിൽ നിന്നും അതേപോലെ കിച്ചണിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പ്രൈവസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ് സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് മറക്കുകയും ചെയ്യാം കേട്ടോ. അത് ഒരു സൈഡിൽ മാത്രം ഇവിടെ ഗ്ലാസ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ ഈ കാണുന്നത് നമ്മുടെ കോർട്ട്യാർഡിൻ്റെ ആ ഒരു വാളാണ്. അവിടെ നമ്മൾ ഗ്രില്ല് വെച്ചിട്ട് ഇതേപോലെ GI പൈപ്പിൽ ചെയ്തിട്ടുണ്ട് ജനൽ കൊടുക്കുന്നതിന് പകരമായിട്ട്. അപ്പം അത് അൾജീരിയൻ വിൻഡോസ് വെച്ചിട്ട് അതും ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോർട്ട്യാർഡ് നമുക്ക് ശരിക്കും ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടുന്നത് കേട്ടോ കോർട്ട്യാർഡിൽ. പിന്നെ അതാ ഈ കോർട്ട്യാർഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഷെൽഫല്ല, ഒരു ചെറിയൊരു എന്താ പറയുക ഫ്രെയിംസും ഫോട്ടോസൊക്കെ വെക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് നമ്മളുടെ ഗ്ലാസ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ കോർട്ട്യാർഡിൻ്റെ സീലിംഗ് കാണുന്നത് കേട്ടോ. അവിടെ നമ്മൾ എന്താ പറയുക ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ടഫൻ ഗ്ലാസ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതാ നമ്മൾ ഒരു നൈറ്റ് വ്യൂ തന്നെയാണ് ഞാനിതിൽ ഇപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 തരത്തിലും കൂടെ നിങ്ങൾക്ക് കാണാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പം ഫസ്റ്റ് കിച്ചണിലെ ഭാഗമാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ഇത് നമ്മുടെ വർക്ക് ഏരിയൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, വീടിൻ്റെ സൈഡ് ഭാഗമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂം മക്കളുടെ ബെഡ്റൂമാണ് കേട്ടോ. ഇവിടുത്തെ മോന് ഇത്തിരി കലാവാസനയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ആൾ ഗിത്താർ വായിക്കും, അത്യാവശ്യം എല്ലാ ഇൻസ്ട്രുമെൻസും ആൾ പ്ലേ ചെയ്യും കേട്ടോ. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഷൂട്ടാക്കി വെച്ചതാണ്, ആ സമയത്ത് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് എനിക്ക് എഡിറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇടാൻ പറ്റിയത് എനിക്കിപ്പോഴാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ ആളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആൾ ഒരു കട്ടിലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബെഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ അതാ ഈ ഒരു ബെഡ്റൂം നേരത്തെ ഞാൻ കാണിച്ചു തരുന്നതാണ്, ഇവിടുത്തെ ഗ്രാൻഡ് പാരൻസിൻ്റെ ആണ്. ഇവിടെ ഈ ഒരു ചെറിയൊരു അലമാര അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കബോർഡ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. അവർക്ക് 2 പേർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കുഞ്ഞി അലമാര, ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ നേരെ ചെല്ലുന്നത് മാസ്റ്റർ ബെഡ്റൂമിലാണ് കേട്ടോ. ഇത് അവിടുത്തെ ഡ്രസ്സിങ് ഏരിയ ആണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഭാഗം എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മളുടെ ബെഡൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ ഒരു അലമാര, ഇത് നമ്മളുടെ പഴയ മോഡൽ അലമാരയാണ്. അത് കബോർഡ് വർക്ക് അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതായത് ഇത് ഇൻബിൽട്ടായിട്ട് നമ്മളുടെ ഈ പഴയ അലമാര ഇൻബിൽട്ടാക്കിയതിന് വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കബോർഡ് അലുമിനിയം കബോർഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതാ ഈ കാണുന്ന ഈ ഒരു സ്റ്റഡി ടേബിളും ചെയ്തേക്കുന്നത് കേട്ടോ. പഴയ ഒരു ഡ്രോയറൊക്കെയാണ് ഇതുപോലെ ഉണ്ടായിരുന്നത്, അതൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് പുതിയൊരു ടൈപ്പിൽ ചെയ്തേക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു അലമാര ആയാലും അല്ലെങ്കിൽ ടീ ടേബിൾ ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ സ്ഥലം ഒട്ടുക്ക് പോകത്തുമില്ല, നല്ല രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുമാത്രമല്ല എക്സ്പെൻസും വളരെ കുറവാണ്. അത് മെയിൻറ്റെയിൻ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതിയല്ലോ. അതിൻ്റെ കൂടെ മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. ഓൾറെഡി നമുക്ക് 2 ഷെൽഫ് ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുന്നതാണ്. അപ്പം അതനുസരിച്ച് നമുക്ക് എമൗണ്ടും കുറയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ കബോർഡിനെ പറ്റിയിട്ട് പറയാനുള്ളത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതാ ഞങ്ങൾ കോർട്ട്യാർഡിലൊക്കെ ഒന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് സ്റ്റോൺസൊക്കെ പെറുക്കി കളിക്കുന്നുണ്ടേ. പിന്നെ ഇതാ ഈ കാണുന്നത് ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ സ്റ്റോർ റൂമിൻ്റെ ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സെക്ഷനാണ്. അവിടെ ഷെൽഫൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ നമ്മൾ ചെന്നപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് നമുക്ക് കിച്ചണിൽ വരുന്ന ബാലൻസ് ആയിട്ടുള്ള വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ആ ഒരു ചെറിയ സ്റ്റോർ റൂമിൻ്റെ അകത്ത് നമുക്ക് കിട്ടും കേട്ടോ. നമ്മളൊരു വീട് പണിയുന്ന സമയത്ത്, കിച്ചൺ പണിയുന്ന സമയത്ത് ആ ഒരു കിച്ചണിൽ ഒരു സ്റ്റോർ റൂം മസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അത്രയും സ്ഥലം നമുക്ക് കിച്ചണിൽ നീറ്റാക്കി ഇടാൻ പറ്റുകയും ചെയ്യും. അതല്ലാതെ ഉണ്ടെങ്കിൽ ഫുള്ളൊരു മെസ്സായിട്ട് കിടക്കുമല്ലോ.
അപ്പോൾ അതില്ലാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റോർ റൂം മസ്റ്റായിട്ട് വേണമെന്ന് ഞാൻ പറയുന്നത്. പിന്നെ അതാ നമ്മളുടെ ഫസ്റ്റ് കിച്ചണിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലോട്ട് വരുന്ന ആ ഒരു ഭാഗം ഡോറിന് പകരം നമ്മൾ ഡോറായിട്ട് നമ്മൾ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഗ്ലാസ്സിൽ അലുമിനിയം മൾജീരിയത്തിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. മുകളിൽ നമ്മളിങ്ങനെ റാക്ക് എന്താ പറയുക ഈ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെയാണ് നമ്മൾ സ്ലൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിനെ കുറിച്ച് ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.